അരവിന്ദ് കെജ്രിവാൾ കരുത്തനായ പോരാളിയായി വീണ്ടും തിരിച്ചുവരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാൾ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ല എന്ന കോടതിയുടെ പരാമർശം കൂടി ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജൂൺ 26-നാണ് CBI കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാൾ ഇടക്കാല ജാമ്യം നൽകാൻ ഓഗസ്റ്റ് 14-ന് സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. CBIയിൽ നിന്ന് വിശദീകരണവും കോടതി ചോദിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നു. മദ്യനയ ഫയലുകൾ നോക്കരുത്, അറസ്റ്റിനെ ഇതിനിടയ്ക്ക് ജസ്റ്റിസ് ഉജ്വൽ വിമർശിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർശന ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മെയ് 10 മുതൽ 21 ദിവസം ജാമ്യത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അന്ന് വലിയ പ്രചരണം ഇന്ത്യയിലുടനീളം കെജ്രിവാൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അത് വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയാവുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ജാമ്യ കാലാവധി അവസാനിച്ച അദ്ദേഹം ജൂൺ 2-ന് ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് നിയമവഴിയിലേക്ക് പോയത്. അദ്ദേഹം നേരെ ഹൈക്കോടതി സമീപിക്കുന്നു, പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു. അത് മനുഷ്യത്വപരമായ കാരണങ്ങൾ ഉണ്ടാകാം, നിയമത്തിൽ ഒരുപാട് നാൾ ഇങ്ങനെ ആളുകളെ ജയിലിടരുത് എന്ന തരത്തിലുള്ള പരാമർശം കൂടി കോടതി നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഉപാധികൾ പ്രധാനമാണ്. അതിലൊന്നാണ് ഈ മദ്യനയ അഴിമതി കേസിലെ ഫയലുകൾ തൊട്ടു നോക്കരുത് അദ്ദേഹം എന്നുള്ളത്. അത് പ്രധാനമാണ്. ഒപ്പം ഈ ജാമ്യത്തിന് മറ്റ് ചില കർശന വ്യവസ്ഥകളും കൂടി ഉണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് എന്നതിൽ വ്യക്തതയുണ്ടോ? രജിത്ത്, ഈ വിധിന്യായത്തിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ വിചാരണ കോടതിയുമായി സഹകരിക്കണം. കാരണം നേരത്തെ വിചാരണ കോടതിയുമായി സഹകരിക്കാത്ത കാര്യം CBI സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അന്ന് ജാമ്യം തള്ളുന്നതിൽ പ്രധാന കാരണമായി ഉയർത്തിക്കാണിച്ചതും അതേ കാര്യം തന്നെയായിരുന്നു. അതിന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജാമ്യം അനുവദിച്ചതോടുകൂടി ഇനിയുള്ള നടപടിക്രമങ്ങളിൽ വിചാരണ കോടതിയുമായി കൃത്യമായി പൂർണ്ണമായും സഹകരിക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഫയലിലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകരുത്, അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. അതിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ഒപ്പം തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യവ്യവസ്ഥ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. ഒപ്പം തന്നെ പൊതുവേദികളിലും മറ്റിടങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാമർശങ്ങളും നടത്താൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേജ്രിവാൾ ഏകദേശം 100 കോടി രൂപ കോഴയായി ആവശ്യപ്പെട്ടതിന് നേരിട്ടുള്ള തെളിവുകളുണ്ട് എന്നായിരുന്നു ED അന്ന് വാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് കോടതിക്ക് മുന്നിൽ വരികയും EDയുടെ കേസിൽ അന്ന് ED